ഇന്ന് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ വേരിയബിൾ ഡേറ്റയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇതിൽ ഇല്ലിസ്ട്രേറ്ററും ഇൻഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലിസ്ട്രേറ്ററിൽ ഒരു സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്തിട്ട് അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഇപ്പം ഇവിടെ മാനേജറിൻ്റെ സൈൻ വേണമെങ്കിൽ മാനേജർ ഡയറക്ടറിന് സൈൻ വേണമെങ്കിൽ നമുക്ക് സൈൻ കൊടുത്തിടാം. ഇല്ലെങ്കിൽ പേര് ഞാനിപ്പോൾ മിസ്റ്റർ എക്സ് വൈ എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഡയറക്ടറിന്റെ മിസ്റ്റർ ABCD എന്നാണ്. അതുപോലെ കമ്പനിയുടെ പേര് ABCDEFGHIJK എല്ലാം കമ്പനി എന്നും. പേര് കൊടുക്കേണ്ട ഭാഗത്ത് ഞാൻ ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇട്ടേക്കുന്നത്. ഇവിടാണ് നമുക്ക് വേരിയബിൾ ഡേറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് പേര് വേണ്ടിയത്. ഫയല് നമ്മൾ ഫയൽ എടുത്തു, സേവ് കൊടുത്തു. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യാം. ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു എക്സൽ ഫയലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടത്. ഇതില് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇതില് രണ്ട് കോളമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മാത്രം നമുക്ക്. അപ്പൊ അതില് ഫസ്റ്റ് നെയിം കൊടുത്തു. ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തു. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തിട്ട് ഈ പേര് വിട്ടു. ഇത് നമ്മൾ സേവ് ചെയ്യേണ്ടത് CSV ഫോർമാറ്റിലാണ്. സേവ് ആസ് കൊടുത്തു, ഫോൾഡർ അസൈൻ ചെയ്തു. ഡേറ്റ ഡോട്ട് ഞാൻ 3 എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫയല്. ഇതില് CSV ഫയലാണ് സെലക്ട് ചെയ്തത്, CSV. അതിൽ നമ്മൾ സെലക്ട് ചെയ്തു, സേവ് കൊടുത്തു. അപ്പം യെസ് കൊടുത്തു. യെസ് കൊടുത്തു കഴിഞ്ഞു നമ്മൾ ഇൻഡിസൈൻ ഓപ്പൺ ചെയ്തു. ഇതിൽ A4 നമുക്ക് A4 സൈസാണ് സെലക്ട് ചെയ്യുന്നത്. A4 മതി. ഇതിന്റെ ഞാൻ ലാൻഡ്സ്കേപ്പ് ആക്കി. എന്നിട്ട് നമ്മൾ ചെയ്തു വെച്ച ഇല്ലിസ്ട്രേറ്റ് ഫയല്, ഇൻഡിസൈനിലെ ഫയലിൽ പ്ലേസ് പോയി. പ്ലേസിൽ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ ഇതിന്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. സൈസ് കൊടുത്തു. എന്നിട്ട് അതിന്റെ ഡിസ്പ്ലേ പെർഫോമൻസ് നമ്മൾ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതില് നമുക്കിപ്പോഴാണ് ഈ ഒരു പോർഷനിലാണ് നമുക്ക് പേര് വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആണ് നമുക്ക് വേണ്ടത്. അതിന് ടൈപ്പ് ടൂൾ എടുത്തു. ഇവിടെ ഫസ്റ്റ് നെയിം ടൈപ്പ് കൊടുക്കുകയാണ്. ഫസ്റ്റ് നെയിം അതിന്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ സാൻസ് സെരിഫ് ആണ് കൊടുത്തത്. എന്നിട്ട് ഇതിന്റെ ഫോണ്ട് കാര്യങ്ങളെ കുറിച്ച് വലുതാക്കി. ഇതിന് നേരെ ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ലാസ്റ്റ് ടൈം കൊടുത്തു. ഈ ഫസ്റ്റ് നെയിം എന്നുള്ളത് നമ്മൾ അലൈൻ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം രണ്ട് പേര് തമ്മിൽ ചെറുതും വലുതുമാണെങ്കിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഏകദേശം അടുത്ത് വരാൻ വേണ്ടിയാണ് ഈ അലൈൻ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡേറ്റ മെർജിൽ പോവാം. ഇവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ വിൻഡോയിൽ പോവുക, യൂട്ടിലിറ്റീസ്, അതിൽ ഡേറ്റ മെർജ് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഡേറ്റ സോഴ്സ് കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തത് ഡേറ്റ 3 ആണ്. ഡേറ്റ 3 സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ സോഴ്സ് cannot be opened. Confirm that file exists that you have rights to open, then choose select. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കാര്യം, നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സൽ ഇല്ലേ, ഇത് ക്ലോസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്, എടുത്തില്ല. വീണ്ടും നമ്മൾ ഇതിൽ പോവാം, ഡേറ്റ സോഴ്സ് കൊടുക്കുക. 3 എടുത്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ കൊടുത്ത ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നെയിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫസ്റ്റ് നെയിം ഇതിൽ അസൈൻ ചെയ്ത് കൊടുത്തു. അതുപോലെ ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്തു, ഇതിൽ അസൈൻ ചെയ്ത് കൊടുത്തു. നമ്മൾ പ്രിവ്യൂ നോക്കിയാൽ കറക്റ്റ് നമുക്ക് ആ കൊടുത്തിരിക്കുന്ന പേര് ഇവിടെ വരും.
ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ടു PDF കൊടുക്കാം. എക്സ്പോർട്ട് ടു PDF കൊടുത്തു, ഓൾ റെക്കോർഡ് കൊടുത്തു, ഓക്കെ. ഇതിന് പ്രസ് ക്വാളിറ്റി വേണോ ഹൈ ക്വാളിറ്റി വേണോ? അവിടെ പ്രസ് ക്വാളിറ്റി ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ക്വാളിറ്റി തന്നെ വരും. പ്രസ് ക്വാളിറ്റി കൊടുത്തു, എക്സ്പോർട്ട് കൊടുത്തു. നമുക്ക് എവിടെ സേവ് ചെയ്യണം അത് ഫയൽ സെലക്ട് ചെയ്യുക, സർട്ടിഫിക്കറ്റ്. ഓക്കെ, ടെക്സ്റ്റ് വന്നിട്ടുണ്ടോ? ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഈ വേരിയബിൾ ഡേറ്റ ഈ സർട്ടിഫിക്കറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം സർട്ടിഫിക്കറ്റിൽ മാത്രമല്ല, നമ്മുടെ ഈ ടോക്കൺസിലുള്ള സീരിയൽ നമ്പറുകൾ, വിസിറ്റിംഗ് കാർഡിലുള്ള വേരിയബിൾ ഡേറ്റകൾ, ഇതൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.